to the class. Criminal Procedure Code 1973 എന്ന വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഗ്നൈസബിൾ ആൻഡ് നോൺ കോഗ്നൈസബിൾ ഒഫൻസസിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിക്കലി ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്തൊക്കെ തരത്തിലുള്ള പ്രൊസീജിയർ ആണ് ഒരു ക്രിമിനൽ ട്രയൽ നടത്തുമ്പോൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ എല്ലാ പ്രൊവിഷൻസിലും പ്രധാനമായും ഒരു ക്രൈം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അക്യൂസ്ഡ് ആയ ആൾക്ക് ശിക്ഷ വിധിക്കുകയോ അല്ലെങ്കിൽ അയാളെ വെറുതെ വിടുകയോ ചെയ്യുന്നത് വരെ ഏതൊക്കെ തരത്തിലുള്ള ഏജൻസീസ് ആണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നതും അവർ ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത് എന്നതുമാണ് ജനറൽ ആയിട്ട് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒഫൻസസ് ആണ് എന്നത് ഐഡന്റിഫൈ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പോ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നമ്മൾ CRPC മുഴുവൻ വായിച്ചു നോക്കിയാൽ ആദ്യം മുതൽ അവസാനം വരെ പ്രധാനമായിട്ടും ക്രൈംസിനെ അല്ലെങ്കിൽ ഒഫൻസസിനെ രണ്ട് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കോഗ്നൈസബിൾ ഒഫൻസ് അല്ലെങ്കിൽ നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. നമ്മൾ CRPC വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരുപക്ഷെ അത് വായിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻസ് ഒഫൻസസിൽ ഉണ്ട് എന്നത് തന്നെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ശരിക്കും എന്താണ് ഈ കോഗ്നൈസബിൾ ഒഫൻസ് അല്ലെങ്കിൽ നോൺ കോഗ്നൈസബിൾ ഒഫൻസ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക? ഒരു കുറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുറ്റം കോഗ്നൈസബിൾ ആണോ നോൺ കോഗ്നൈസബിൾ ആണോ എന്നത് തീരുമാനിച്ചതിന് ശേഷമാണ് ഏത് തരത്തിലുള്ള പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് വരെ തീരുമാനിക്കുന്നത്. CRPC പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യവുമാണ് ഈ കോഗ്നൈസബിൾ ഏതാണ് നോൺ കോഗ്നൈസബിൾ ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും എങ്ങനെയാണ്, ഏത് അടിസ്ഥാനത്തിലാണ് CRPC ഒഫൻസസിനെ ഇങ്ങനെ കോഗ്നൈസബിൾ അല്ലെങ്കിൽ നോൺ കോഗ്നൈസബിൾ എന്ന് വേർതിരിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 2 ക്ലോസ് സിയിലാണ് ഒഫൻസസിനെ കോഗ്നൈസബിൾ എന്നും നോൺ കോഗ്നൈസബിൾ എന്നും വേർതിരിച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഡെഫിനിഷൻ. CRPC പറയുന്നത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ള ഒരു ഒഫൻസ് ആണ്. ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പോലീസിന് അതിനെക്കുറിച്ച് അറിവ് ലഭിക്കുകയോ ചെയ്താൽ പോലീസുകാർക്ക് നേരിട്ട് പോയിട്ട് ആ പ്രതി എന്ന് സംശയിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യാം വിതൗട്ട് വാറന്റ്. അപ്പൊ ഇഫ് എ കോഗ്നൈസബിൾ ഒഫൻസ് ടേക്സ് പ്ലേസ്, പോലീസ് ക്യാൻ അറസ്റ്റ് വിതൗട്ട് വാറന്റ്, വിതൗട്ട് പെർമിഷൻ ഫ്രം എ മാജിസ്ട്രേറ്റ്. അതാണ് ഈ കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞ അതിന്റെ പ്രത്യേകത. അപ്പൊ നോൺ കോഗ്നൈസബിൾ ഒഫൻസ് എന്താണ്? അങ്ങനെയുള്ള ഒഫൻസുകളിൽ പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്യൂ പ്രൊസീജിയറിൽ ഒരു വാറന്റ് ഒബ്റ്റെയിൻ ചെയ്യണം മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്ന്. അതിനുശേഷം മാത്രമേ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി ഇതാണ് വ്യത്യാസം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർക്ക് നേരിട്ട് പോയി പ്രതി എന്ന് സംശയിക്കുന്ന ആളെ അറസ്റ്റ് ചെയ്യാം, അതിന് വാറന്റിന്റെ ആവശ്യം ഇല്ല. എന്നാൽ നോൺ കോഗ്നൈസബിൾ ഒഫൻസുകളിൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർക്ക് അധികാരവും ഇല്ല. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം. എന്നാൽ എങ്ങനെയാണ് നമ്മളിത് ഐഡന്റിഫൈ ചെയ്യുക, ഈ ഒഫൻസ് കോഗ്നൈസബിൾ ആണോ അല്ലെങ്കിൽ നോൺ കോഗ്നൈസബിൾ ആണോ എന്ന്? അതിന് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നത് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഇത് മാത്രമാണ്. അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ അവസാനം കൊടുത്തിരിക്കുന്ന ഷെഡ്യൂളുകളിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ 2 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ബെയിലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ബെയിലബിൾ ഒഫൻസ് നോൺ ബെയിലബിൾ ഒഫൻസ്, അങ്ങനെ 2 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കോഗ്നൈസബിൾ നോൺ കോഗ്നൈസബിൾ അങ്ങനെയും 2 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിസ്റ്റ് പ്രകാരം കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് വിളിക്കുന്ന ഒരു ഒഫൻസിനെയാണ് നമുക്ക് കോഗ്നൈസബിൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളതെല്ലതും നോൺ കോഗ്നൈസബിൾ ആയിരിക്കും. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്ന, ഇന്ത്യൻ പീനൽ കോഡ് എല്ലാവർക്കും അറിയാം, അതാണ് ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ക്രിമിനൽ കോഡ്.
അതിലാണ് പറയുന്നത് കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ശിക്ഷ എന്തൊക്കെയാണെന്നും. അപ്പോ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം വളരെ സീരിയസ് ആയിട്ടുള്ള എല്ലാ ഒഫൻസിനെയും കോഗ്നൈസബിൾ ആക്കിയിട്ടുണ്ട്. അല്ലാത്തതൊക്കെ നോൺ കോഗ്നൈസബിൾ ആണ്. എന്നാൽ CRPC ഈ കാര്യം കൂടി പറയുന്നുണ്ട്, ഇതല്ലാതെയും ഇനി ഒഫൻസുകൾ ഉണ്ടാവാം. 1860 ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ പീനൽ കോഡ്. അതിനുശേഷവും പല തരത്തിലുള്ള കുറ്റങ്ങളും പുതുതായിട്ട് വന്നിട്ടുണ്ട്, പുതിയ നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പുതിയൊരു നിയമം ഉണ്ടായാൽ ആ നിയമത്തിൽ ഒരു ഒഫൻസ് കോഗ്നൈസബിൾ ആണ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിലും അത് കോഗ്നൈസബിൾ ആയിട്ട് പരിഗണിക്കും. ഓക്കെ, ഇപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് ഒക്കെ കോഗ്നൈസബിൾ ആണ്. അതായത് സീരിയസ് ഒഫൻസസിലൊക്കെ പോലീസുകാർക്ക് നേരിട്ട് ചെന്ന് അറസ്റ്റ് ചെയ്യാം, വാറന്റ് ഇല്ലാതെ. ഇനി സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് എന്താണ്? ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളെയാണ് സീരിയസ് ഒഫൻസ് ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവയൊക്കെയും കോഗ്നൈസബിൾ ആണ്. 3 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുന്ന ഒഫൻസസ് ഒക്കെ സീരിയസ് അല്ലാത്ത ഒഫൻസസ് ആണ്. അതുകൊണ്ട് തന്നെ അവയൊക്കെ നോൺ കോഗ്നൈസബിളും ആണ്. ഓക്കെ, ഇതാണ് ജനറൽ ക്ലാസിഫിക്കേഷൻ. എന്നാൽ പലപ്പോഴും ഈ ക്ലാസിഫിക്കേഷന് പുറത്തും പല കുറ്റങ്ങളും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞുവല്ലോ, പുതുതായിട്ടൊരു നിയമനിർമ്മാണം നടത്തുമ്പോൾ നമുക്ക് പറയാം ഇത് പ്രകാരമുള്ള കുറ്റങ്ങൾ കോഗ്നൈസബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് പ്രകാരമുള്ള ഇന്ന കുറ്റങ്ങൾ കോഗ്നൈസബിൾ ആയിരിക്കും. അങ്ങനെ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലിസ്റ്റ് നോക്കേണ്ട കാര്യമില്ല, ആ കുറ്റം കോഗ്നൈസബിൾ ആയി പരിഗണിക്കപ്പെടും. അതായത് ഒരു കുറ്റം നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ കോഗ്നൈസബിൾ ആക്കി മാറ്റാൻ സാധിക്കും. ഇനി അതല്ലാതെ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്നത് മാത്രമാണ് സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യൻ പീനൽ കോഡിൽ പ്രധാനമായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, അതായത് ഒരു സ്ത്രീയെ വഴിയിൽ വെച്ച് അപമാനിക്കുക, അല്ലെങ്കിൽ അവരുടെ മോഡസ്റ്റിയെ അപമാനിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ, അതുപോലെ ഒരു പബ്ലിക് ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കിണറിനെ അല്ലെങ്കിൽ ഒരു ജലാശയത്തിനെ വിഷം കലർത്തി മലിനമാക്കുക, അത്തരത്തിലുള്ള കുറ്റങ്ങളൊക്കെ നമ്മൾ ശിക്ഷ പരിശോധിക്കുകയാണെങ്കിൽ 3 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷ കിട്ടുന്നവയായിരിക്കും. പക്ഷെ അവയൊക്കെയും കോഗ്നൈസബിൾ ആണ്. അതേപോലെ ശിക്ഷ കൂടുതൽ ലഭിക്കുന്ന കുറ്റങ്ങൾ, ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം 493 മുതൽ 497 വരെയുള്ള ഒഫൻസസ് ഒക്കെ ഒഫൻസസ് റിലേറ്റഡ് ടു മാരേജ് ആണ്. അതായത് ബൈഗമി, മുമ്പ് അഡൾട്ടറി ഉണ്ടായിരുന്നു, ഇപ്പൊ അഡൾട്ടറി നിയമം മൂലം അതിനെ ഡീക്രിമിനലൈസ് ചെയ്തു. ഇപ്പോൾ അഡൾട്ടറി ഒരു ക്രൈം അല്ല. ഇപ്പൊ ബൈഗമി എന്നൊക്കെ പറഞ്ഞാൽ 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റമാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ സീരിയസ് ആണ് എന്നും പറയേണ്ടി വരും. എന്നാൽ ബൈഗമി ഒരു കോഗ്നൈസബിൾ ഒഫൻസ് അല്ല. അപ്പോ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല ശിക്ഷ മാത്രം നോക്കിയിട്ട്. ശിക്ഷയുടെ കാഠിന്യം മാത്രം അല്ല ഇതിന്റെ ഒരു അടിസ്ഥാനം, മറിച്ച് പോലീസിന് കൊടുക്കുന്ന അധികാരങ്ങൾ ഏത് രീതിയിൽ അവർ ഉപയോഗിക്കണം എന്നാണ് CRPC അനുശാസിക്കുന്നത്. അതിനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പൊ CRPC പോലീസുകാർക്ക് വാറന്റ് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത് ആ ചെയ്യുന്ന കുറ്റം ഉടനടി പോലീസുകാരുടെ ഇന്റർഫിയറൻസ് ആവശ്യം ഉള്ളത് ആവണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീയെ വഴിയിൽ വെച്ച് അപമാനിക്കുക എന്ന കുറ്റം, ശിക്ഷ ചിലപ്പോ 10 മാസം തടവാവാം, 1 വർഷം തടവാവാം, 2 വർഷം തടവാവാം. അങ്ങനെ പറയുമ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റമല്ല, പക്ഷെ അത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. കാരണം അത്തരത്തിലൊരു സംഭവം നടക്കുകയാണെങ്കിൽ ഉടനടി പോലീസുകാര് അവിടെ എത്തുകയും അയാളെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പോലീസ് ഇന്റർഫിയറൻസ് ആവശ്യമുള്ള ഒരു കുറ്റമാണ്. അതേപോലെ തന്നെയാണ് ജലാശയങ്ങൾ, പൊതുകിണർ തുടങ്ങിയവ ആളുകൾ നശിപ്പിക്കുകയോ മലിനമാക്കുകയോ ചെയ്യുമ്പോൾ പോലീസുകാർ അവിടെ എത്തുകയും അത് തടയുകയും ചെയ്യുക എന്നത് അത്യാവശ്യമാണ്. അവിടെ പ്രതിക്ക് എത്ര ശിക്ഷ കിട്ടും എന്നതല്ല പ്രധാനം, പോലീസുകാർ അതിൽ ഇടപെടേണ്ടത് അത്യാവശ്യമാണോ അല്ലയോ എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ബൈഗമി, ഡീഫമേഷൻ അല്ലെങ്കിൽ ഇന്റൻഷണൽ ഇൻസൾട്ട്, അസോൾട്ട് തുടങ്ങിയ കുറ്റങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള കുറ്റങ്ങളാണ് ശിക്ഷ നോക്കുകയാണെങ്കിൽ. എന്നാൽ പോലും അവയൊക്കെ നോൺ കോഗ്നൈസബിൾ ആക്കി വെച്ചിരിക്കുകയാണ്. അവയൊക്കെ പ്രൈവറ്റ് റോങ്സ് ആണ്. കാരണം ഉടനടി പോലീസ് ഇടപെടേണ്ട ആവശ്യം അത്തരം കുറ്റങ്ങളിൽ ഇല്ല. അങ്ങനെ പോലീസുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ അനാവശ്യമായ ഒരു പോലീസ്
ഇന്റർഫിയറൻസ് ആയിരിക്കും അത്. അതുകൊണ്ടാണ് അത്തരം കുറ്റങ്ങളെ നോൺ കോഗ്നൈസബിൾ ആക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനറൽ ആയിട്ട് നമുക്ക് പറയാം ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം സീരിയസ് ആയിട്ടുള്ള, അതായത് 3 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടുന്ന എല്ലാ കുറ്റങ്ങളും കോഗ്നൈസബിൾ ആണ്. എന്നിരിക്കലും ഈ ജനറൽ ക്ലാസിഫിക്കേഷനും എക്സെപ്ഷൻസ് ഉണ്ട്. കാരണം CRPC അടിസ്ഥാനപരമായി ലക്ഷ്യം വെക്കുന്നത് പോലീസുകാരുടെ ഇന്റർഫിയറൻസ് എത്രത്തോളം അത്യാവശ്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒഫൻസിനെ കോഗ്നൈസബിളോ അല്ലെങ്കിൽ നോൺ കോഗ്നൈസബിളോ ആയി വേർതിരിക്കുന്നത്. ഇപ്പൊ ക്രിമിനൽ ലോ അമെൻഡ്മെന്റ് ആക്ട് 2013 പ്രകാരം പല പുതിയ കുറ്റങ്ങളെയും കോഗ്നൈസബിൾ ആക്കുകയുണ്ടായി. ഫോർ എക്സാമ്പിൾ റേപ്പ്, സ്റ്റോക്കിംഗ്, വയറിസം, ട്രാഫിക്കിംഗ്, ഹേർട്ട് ബൈ ആസിഡ്, ഇത്തരത്തിലുള്ള കുറ്റങ്ങളെയൊക്കെ ഈ നിയമം മൂലം കോഗ്നൈസബിൾ ആക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു ഒഫൻസ് ആണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019. അത് പ്രകാരം ട്രിപ്പിൾ തലാഖ് നിയമം മൂലം നിരോധിച്ചു. അപ്പൊ ആ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കുറ്റങ്ങളെ ആണെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്താൽ പോലീസുകാർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ ആ 2019 വന്ന ആക്ട് പ്രകാരം ആ പെർട്ടിക്കുലർ ഓഫൻസ് കോഗ്നൈസബിൾ ആണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? ജനറലി ഇങ്ങനെ കോഗ്നൈസബിൾ, നോൺ കോഗ്നൈസബിൾ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ആ ഡിസ്റ്റിങ്ഷന്റെ അടിസ്ഥാനം ഒഫൻസ് സീരിയസ് ആണോ അല്ലയോ എന്നതാണ്. അതുകൊണ്ട് തന്നെ ജനറലി 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുന്ന കുറ്റങ്ങളൊക്കെയും കോഗ്നൈസബിൾ ആയിരിക്കും, അല്ലാത്തവയൊക്കെയും നോൺ കോഗ്നൈസബിൾ ആയിരിക്കും. എങ്കിൽ പോലും കൂടുതൽ സീരിയസ് ആയ ഇടപെടലുകൾ ആവശ്യമുള്ള, അതായത് പോലീസിന്റെ ഇടപെടലുകൾ അത്യാവശ്യമായിട്ടുള്ള കുറ്റങ്ങളെ അവയുടെ ശിക്ഷ എത്ര ചെറുതാണോ വലുതാണോ എന്ന് നോക്കാതെ തന്നെ കോഗ്നൈസബിൾ എന്നും വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ കൺസെപ്റ്റ് എന്താണെന്ന്. ഇനി നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമന്റ് ബോക്സ്. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്.